പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക കനക്കുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 63 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റെന്നും വിമാനത്താവളത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചുവെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിലേക്കും ഇറാൻ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെ ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ പലതും മുടങ്ങി. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയത്. 13 മിസൈലുകളും 17 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ശക്തമായ ആക്രമണം. ഇന്ത്യക്കാരൻ മരിച്ചതായും 63 പേർക്ക് പരിക്കേറ്റതായും കുവൈറ്റ് സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിയായ മൻസൂർ അഹമ്മദ് റഹ്മാനാണ് മരിച്ചതെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. 55 വയസ്സായിരുന്നു. പരിക്കേറ്റ 63 പേരിൽ 10ഓളം പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ നിരവധി ഇന്ത്യക്കാരുമുണ്ട്. ഫർവാനിയ, ജാബിർ, ജഹ്റ, അദാൻ, അൽസബ തുടങ്ങിയ ആശുപത്രികളിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. കുവൈറ്റിലെ നയതന്ത്ര മിഷൻ ഓഫീസുകൾക്ക് നേരെയും അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയും ആക്രമണമുണ്ടായി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 അടച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ മുടങ്ങി. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവ സർവീസുകൾ റദ്ദാക്കി. കുവൈറ്റ് എയർവേസ് ഭാഗികമായി സർവീസ് നടത്തുന്നുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കുവൈറ്റ് പ്രതിരോധ മന്ത്രി സന്ദർശിച്ചു. ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ കുവൈറ്റ് നിർദ്ദേശിച്ചു. 3 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ബഹ്റൈനിലേക്കുള്ള ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക താവളമായിരുന്നു ലക്ഷ്യം. അമേരിക്കയെ സഹായിക്കുന്നവരെയാണ് ആക്രമിക്കുന്നതെന്നും ഇത് ഇനിയും തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.